സഞ്ജു സാംസൺ പോയതിനു ശേഷം രാജസ്ഥാൻ റോയൽസിനെ എഴുത്തള്ളിയിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? രാജസ്ഥാൻ റോയൽസിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് പല ആൾക്കാരും ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. നമുക്ക് വിശദമായിട്ട് നോക്കാം. രാഹുൽ ദ്രാവിഡ് പോയി കുമാർ സംഗക്കാരയാണ് ഇപ്പോൾ കോച്ചായിട്ട് എത്തിയിരിക്കുന്നത്. കുമാർ സംഗക്കാര സഞ്ജു സാംസൺ കോമ്പിനേഷനാണ് രാജസ്ഥാന്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഒരു മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ. കഴിഞ്ഞ സീസണിൽ അവരുടെ ഏറ്റവും മികച്ച ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അവരുടെ ഓപ്പണിംഗ് തന്നെയാണ്. അത് അവർ നിലനിർത്തിയിട്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ആണ് അവർ ഇത്തവണ ലേലത്തിൽ പോകുന്നതും ലേലത്തിൽ പോയിട്ട് പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തിട്ടുള്ളതും. കഴിഞ്ഞ വർഷം സഞ്ജു സാംസൺ ഒരുപാട് മത്സരങ്ങളിൽ ഇഞ്ചുറി കാരണം നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് പല മത്സരങ്ങളിലും റിയാൻ പരാഗായിരുന്നു ക്യാപ്റ്റൻ. റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയെ പറ്റിയിട്ട് വലിയ അഭിപ്രായമൊന്നുമില്ല. എന്നാൽ ഈ വർഷം അത് മെച്ചപ്പെടുമെന്ന് നമുക്ക് കരുതാം. കഴിഞ്ഞ വർഷത്തെ അവരുടെ മറ്റൊരു ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. എന്നാൽ ഈ വർഷം സ്പിൻ ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആണ്. രവീന്ദ്ര ജഡേജ, വിഘ്നേഷ് പുത്തൂർ, രവി ബിഷ്ണോയ് ഒരു ഫിനിഷറായിട്ട് കളിപ്പിക്കാതെ ഹെറ്റ്മെയറിനെ ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോട്ട് ചെയ്ത് ഒരു നമ്പർ 4 ഇറക്കുവാണെങ്കിൽ കുറച്ചും കൂടെ റൺസ് വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അവരെങ്ങനെ ഈ കോമ്പിനേഷൻ കണ്ടെത്തും? നമ്പർ 3 റിയാൻ പരാഗ് വരുമോ, അതോ ധ്രുവ് ജുറലായിരിക്കുമോ, അതോ ടോപ്പ് 3 ലെഫ്റ്റീസ് വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും നമുക്ക് എഴുതിത്തള്ളാറായിട്ടില്ല. രാജസ്ഥാനിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ അവരുടെ ലൈനപ്പൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്കൊരു നല്ല ഫിനിഷിംഗ് യൂണിറ്റ് തന്നെയുണ്ട്. ആർച്ചർ ബാറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ഫേസ് ബോളറാണ്. പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഡൊനോവൻ ഫെരോരയുണ്ട്. ഡൊനോവൻ ഫെരേര നല്ലൊരു ഫിനിഷറാണ്. പിന്നെ രവീന്ദ്ര ജഡേജയും സാം കറനുണ്ട്. അതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിന് അങ്ങനെ എഴുതിത്തള്ളാറായിട്ടില്ല. മികച്ച മാച്ചുകൾ തന്നെ നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം IPL ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.